ഗൈസ് നമുക്കിന്നൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അത് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചു. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ പേസ്റ്റൊക്കെ റെഡിയാക്കി കൈയിടലേ കുഞ്ഞാ, പിന്നെ കണ്ണെരിഞ്ഞു മൂക്കരിഞ്ഞു എന്നൊന്നും പറയരുത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇടുകയാണ്. വേണ്ട കയ്യിലാക്കല്ലേ, ഇവനാണെങ്കിൽ സമ്മതിക്കുന്നില്ലല്ലോ. വിട് കുഞ്ഞാ, ഇതൊക്കെ കയ്യിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലാണ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നമാണ്. ഓക്കെ, പറഞ്ഞില്ലേ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ തിരുമ്മി വെക്കാം. ഇതൊരു ഹാഫ് ആൻ അവർ ഇരുന്നാൽ മതി. സോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല മണം ഉണ്ടെന്ന് പറയാം. ടേസ്റ്റ് ആയതിനു ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. സോ ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിയുമ്പോൾ ഞാൻ പറയാം എന്താ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സംതിങ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ഇതിൽ വറുത്ത് കോരണം കേട്ടോ. അടുത്തത് ഗൈസ്, നമുക്ക് നമ്മുടെ എന്നതാ കൊഞ്ച് ഒരു ഫ്രൈ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ ഉണ്ടാക്കിയാലോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൊഞ്ച് ഇട്ട് വറക്കാവുന്നതാണ്. നന്നായിട്ട് ഷാലോ ഫ്രൈ ആവട്ടെ. ആഫ്റ്റർ ദാറ്റ് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടത്. സംതിങ് ഡിഫറെൻറ്റ്. നന്നായിട്ട് ഇങ്ങനെ മരുന്ന് ഷാലോ ഫ്രൈ മതി. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരാം. അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിൽ തന്നെയായിരിക്കും നമ്മൾ ആ ഒരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, നമ്മൾ വറുത്ത് ഇതുപോലെ കോരി വയ്ക്കുക. ഓക്കെ, ഫൈനലായിട്ടുള്ളതാണ് ഞാൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്നാ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത്. ഈ കൊഞ്ചിൻ്റെ നമ്മൾ ഇതെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സംഭവത്തിലേക്ക് തന്നെ നമ്മൾ ഉള്ളി ഇടുക. നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റണം. അത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള അരപ്പും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് ഉള്ളി നന്നായി വഴറ്റ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ, എരിവ് നിങ്ങൾക്ക് പോരാണെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മുടെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച്. ഇപ്പം തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നു ഗൈസ്. നിങ്ങൾക്കും വരുന്നുണ്ടോ? ചോറും ഇതും കൂടെ ഒക്കെ കഴിച്ചിട്ട് ഇടുക്കി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് നേരം മാത്രം വെച്ചാൽ മതി. ഓൾമോസ്റ്റ് ഡൺ. വാവ്, നല്ല മണം വരുന്നുണ്ട് പെരുംജീരകത്തിൻ്റെയും ഒക്കെ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് യോജിക്കട്ടെ. അത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി കൊഞ്ച് ഫ്രൈ റെഡി. നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇസ് റെഡി. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ മണവും സത്യം പറഞ്ഞാൽ ഇതും നല്ല ചൂട് ചോറ് മാത്രം ഉണ്ടെങ്കിൽ മതി. എത്ര ചോറ് വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോകും. സോ അപ്പോൾ വീണ്ടും അടുത്തൊരു വിഭവമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.